ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് വന്നാലോ? നമുക്കൊന്ന് പോത്തീസിൽ പോയിട്ട് വരാം. കഴിഞ്ഞ പ്രാവശ്യം പോത്തീസിൽ പോകുന്ന പറഞ്ഞിട്ട് വെസ്റ്റ് സൈഡും വെസ്റ്റ് എല്ലിയായിരുന്നു. ഈ പ്രാവശ്യം ശരിക്കും പോത്തീസിൽ പോയിട്ട് വരാം. ഓണം പർച്ചേസ്. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ പോത്തീസിൽ വന്നിരിക്കുകയാണ്. ഓണം പർച്ചേസ്. ഓണം പറഞ്ഞ പഴയ സാരി മേടിക്കാനാണ് പുളിയിരക്കര കസവ് മുണ്ടെടുത്തു. നമ്മ ഈ പ്രാവശ്യം കസവ് മുണ്ട് കൊടുത്തിട്ടാണ് പോകാൻ പോണത് ഗായ്സ്. വെള്ളച്ചിനെ കണ്ടാ നമ്മി ഞാൻ അതിലെടുക്കണേ. അയ്യടാ രസമുണ്ട്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ പോത്തീസിന്ന് അവസാനം പോത്തീസി വന്ന് പർച്ചേസ് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം പോത്തീസി വരാൻ പോണെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ബസ് സൈഡ് ഓണ പർച്ചേസ് കഴിഞ്ഞു ഗൈസ്. എന്ന് പറയാൻ പറ്റൂല, ഇനി കുറച്ചും കൂടി ഉണ്ട്. പോത്തീസിന് നേരെ ഞങ്ങൾ ശരവണ ഭവനിൽ വന്ന് മീൽസ് കഴിക്കാൻ വന്ന, പക്ഷെ മീൽസ് കിട്ടിയില്ല ഗൈസ്. പിന്നെ പറഞ്ഞിട്ട് കാര്യൊരു ടൈം. സോ കോഫി, പനീർ ബട്ടർ മസാല, ചപ്പാത്തി, പൊറോട്ട. അങ്ങനെ ഗൈസ്, അതെ എന്റെ കൃഷ്ണ ആൾക്കാരെ ഞാൻ പറയിപ്പിക്കുന്നത് പോയാണ്. ഇത് മാത്രമേ കുട്ടിക്ക് പറയാനുള്ളൂ. നമ്മളപ്പോ ഇപ്പൊ ഇവിടെ പോയി നമ്മളെ ബ്ലോഗ്. അതെ, ഔട്ട്ഫിറ്റ് ചെക്ക്. നമ്മി ഇന്ന് സാരി കൊടുത്ത ഔട്ട്ഫിറ്റ് ചെക്ക് കണ്ടോ ഗൈസ്? അപ്പൊ നമ്മളിന്ന് പോത്തീസിലൊക്കെ പോയി. അവസാനം ഞങ്ങൾ പോത്തീസിൽ പോയി ഗൈസ്. പോത്തീസിൽ പോയി ഓണത്തിന്റെ ഡ്രസ്സൊക്കെ എടുത്തു. പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ തിരക്കാണ്, ഒടുക്കാത്ത തിരക്ക്. അതെന്താ ചെയ്യാം? അപ്പൊ ഞങ്ങളിപ്പോ പിന്നെ വേറെ ആൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. എന്ത് ചെയ്യാൻ പറ്റും, തിരക്കായോണ്ട്. നമുക്കിത് വേണ്ടേ? ഓക്കെ, അപ്പൊ ഇനി ഞാൻ കുറച്ചു നേരം ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് പോയിട്ട് വരാം ഗൈസ്. ഫോട്ടോഷൂട്ടിനൊക്കെ ശേഷം എനിക്കൊരു ഞാനൊരു കോഫി ഇടും. എനിക്ക് കോഫി ഒക്കെ ഉണ്ടാക്കി തരും. കണ്ട ആവി പറക്കുന്ന കോഫി ചൂട് കണ്ടോ? അവിടെ എല്ലാരും ഉണ്ട്. അവര് കഥ പറഞ്ഞോണ്ടിരിക്കാൻ എന്നെ ട്രോളാണ് ഗൈസ്, നിങ്ങളൊക്കെ കൂടെ. പിന്നെന്താ? ഹലോ ഗായ്സ്, അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ പോയി സിനിമ കണ്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഇപ്പൊ ഏതോ ഒരു പുതിയ സിനിമ, ഇതയം മുരളി. അപ്പൊ ആ മൂവി കണ്ടിട്ട് നമ്മൾ കിടന്നുറങ്ങും. അപ്പൊ ശരി ഗായ്സ്, ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.